സർക്കാരും ദേവസ്വം ബോർഡും പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ സനാതന ധർമ്മത്തെ അവഹേളിച്ച തമിഴ്നാട് മന്ത്രി പി.കെ. ശേഖർ ബാബു ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുക്കുന്നത്. മലയരയ മഹാസഭ ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത്. ഭഗവത്ഗീതയിൽ ഭക്തരെ നിർവചിക്കുന്ന ശ്ലോകമുരുവിട്ടാണ് മുഖ്യമന്ത്രി സംഗമത്തെ ന്യായീകരിച്ചത്. എഴുതി തയ്യാറാക്കിയ പ്രസംഗം മുഖ്യമന്ത്രി വേദിയിൽ വായിക്കുകയായിരുന്നു. യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ല. ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്ന് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭക്തൻ്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിൽ 13 മുതൽ 20 വരെയുള്ള 8 ശ്ലോകങ്ങളിലായാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം. അതിന് നിരക്കുന്ന തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ സംഘവുമാണ് സത്യത്തിൽ ഇത്. ഗീതയിലെ ഭക്തസങ്കല്പം ഉയർത്തിപ്പിടിക്കുന്നവരുടെ സംഗമം തീർത്തും മതനിരപേക്ഷ മൂല്യങ്ങളുടെ വിശുദ്ധിയിൽ തിളങ്ങുന്നതാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രമെന്ന് നമുക്കറിയാം. കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി 18-ാം പടി കയറി അവിടെ എത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷത്ത് വചനമാണ്. മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പലരും ഇങ്ങോട്ട് വിളിച്ച് ശബരിമലയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കേണ്ടതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഇരുമുടിക്കെട്ടുമായി വിമാനത്തിൽ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. പ്രശ്നപരിഹാരത്തിന് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി വേദിയിൽ നിന്ന് സുധീഷ് ഗോപാലാണ് ചേരുന്നത്. സുധീഷ്, മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊക്കെ തോന്നുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് ഈ ഗീതയിൽ ഭക്തരെ നിർവചിക്കുന്ന ശ്ലോകമൊക്കെ ഉരുവിടാൻ അറിയാം. എങ്ങനെയാണ് വിവരങ്ങൾ? ഞാൻ എഴുതി വായിക്കുകയായിരുന്നു. ശ്ലോകം കാണാതെ പഠിച്ചതാണോ എന്ന സംശയമുണ്ട്. എന്തു തന്നെയായാലും ഈ ഒരു സംഗമം, വലിയ ആർഭാടകരമായി സംഘടിപ്പിച്ച ഈ സംഗമം, അത് അവരുദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല, ഇല്ലെങ്കിൽ ആ ഒരു പ്രയോജനം അവർക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് ഇതുവരെയും വിലയിരുത്താൻ കഴിയുന്നത്. കാരണം ഇതിൻ്റെ ഉദ്ഘാടന സഭ നടക്കുമ്പോൾ തന്നെയും പിൻഭാഗത്തെ കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്നും വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഹൈന്ദവ വിരുദ്ധർ അവർ വേദി കൈയടക്കുന്ന ഒരു സാഹചര്യവും, അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ വന്നതിൽ ഭക്തരുണ്ടെങ്കിൽ, യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളുണ്ടെങ്കിൽ അവർക്ക് കടുത്ത നിരാശയും വേദനയും ഉണ്ടാക്കുന്നത് തന്നെയായിരുന്നു ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടന സദസ്സ് എന്നത് തന്നെ എടുത്തു പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ സർക്കാർ ഈ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ വരുമാനത്തിൽ നിന്നും ഒരു തുക പോലും എടുത്തിട്ടില്ല, ഇങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗങ്ങളിലൂടെയായിരുന്നു
മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എന്നാൽ ഇത് ഒരു തരത്തിലും ഈ ഭക്തർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് പഠിക്കാനോ ഇല്ലെങ്കിൽ അത് കൃത്യമായി വിലയിരുത്താനോ ഒന്നും ഉതകുന്ന രീതിയിലല്ല ഇതിൻ്റെ പ്രവർത്തികൾ ഈ സംഗമം മുന്നോട്ട് പോകുന്നത് എന്നത് തന്നെയാണ് വിലയിരുത്തേണ്ടി വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഹൈദരാബാദിൽ നിന്നും എത്തിയ ഒരു മലയാളി കൂടി ഉണ്ട്. ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വലിയ പ്രതീക്ഷയോടെ വന്നതാണ്. അയ്യപ്പ സേവാ സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തകനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു, ഇതുവരെയുള്ള ഇതിൻ്റെ ഉദ്ഘാടന സദസ്സ് അടക്കം എങ്ങനെയാണ് കാണുന്നത് എന്നൊന്ന് ചോദിക്കും. ചേട്ടാ, ഇത് ഉദ്ദേശിച്ച ഒരു രീതിയിലാണോ കാര്യങ്ങൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം? ഇതുവരെ അതിനെപ്പറ്റി ഒരു പ്രതീക്ഷ കിട്ടിയിട്ടില്ല. നമുക്ക് ഇനിയുള്ള പ്രതീക്ഷ എന്താ വെച്ചാൽ, ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് പ്രതിനിധിച്ചാണ് വന്നിരിക്കുന്നത്. എനിക്കിനിയുള്ള പ്രതീക്ഷ വെച്ചാൽ ചർച്ചകളിലാണ്. ഇപ്പോൾ ഇതുവരെയുള്ള പ്രതീക്ഷകൾ സ്റ്റേജിലല്ല നമുക്ക് പ്രതീക്ഷ. കാരണം ഇതുവരെയുള്ള ഉദ്ഘാടനങ്ങളൊന്നുമല്ല പ്രതീക്ഷ വെക്കുന്നത്, ചർച്ചകളാണ്. ചർച്ചകളുടെ അത് വേദിയിൽ എത്തിയവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈന്ദവ വിശ്വാസി എന്ന രീതിയിൽ എങ്ങനെ നമുക്കത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ പ്രതീക്ഷ എന്താ വെച്ചാൽ, നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയാണ് ശബരിമലയിൽ വികസിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് വരുന്ന, കേരളത്തിന് പുറത്ത് ഒരുപാട് ഭക്തരാണ് ഇവിടേക്ക് വരുന്നത്. തെലുങ്കാന, ആന്ധ്ര, കർണാടക, തമിഴ്നാട് അങ്ങനെയുള്ള ഒരുപാട് ഭക്തരുണ്ട്. അവരുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രധാനം. കാരണം അവരുടെ എന്ന് വെച്ചാൽ കേരളത്തിലടക്കമുള്ള ഭക്തരുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രധാനം. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുക എന്നതിനേക്കാൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പഠിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം കണ്ടെത്തുന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട്. ഈ ചർച്ചകൾ ഇപ്പോൾ 12:30 മണിയായി. അപ്പോൾ ഈ ചർച്ചകൾ ഇനി എത്രത്തോളം ഉണ്ട്? 3:30 ഏകദേശം എനിക്ക് ടൈം തന്നിരിക്കുന്ന 3:30-4 മണി വരെയാണ്. ഈ 4 മണിക്കുള്ളിൽ ഈ ചർച്ചകളൊക്കെ നടക്കണം. 2-3 വേദികളാണ്. ഈ 3 വേദി ഉദ്ഘാടന സദസ്സ് തന്നെ ഇങ്ങനെ നീണ്ടുപോകുമ്പം ചർച്ച ചെയ്യാനുള്ള സമയമല്ലേ? അതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം നമുക്ക് 12 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് അക്കോമഡേഷൻ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 2 മണിയാകും. പിന്നെ 4 മണിയാകുമ്പോഴേക്ക് ഏകദേശം എല്ലാവരും ടിക്കറ്റ് എടുത്ത് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹൈദരാബാദിൽ തിരിച്ചു പോകേണ്ടവരുണ്ട്. ഈ ചർച്ചകൾ അവർക്കൊക്കെ പങ്കെടുക്കണം. അപ്പോൾ വൈകുന്നേരം ഇന്ന് ഈവനിങ് 4 മണിന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 4 മണിക്കുള്ളിൽ ഈ ചർച്ചകളൊക്കെ കഴിയണം. അപ്പോൾ അതിനുള്ളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. കാരണം നമുക്ക് ഇതിനാണോ പ്രാധാന്യം നൽകുമെന്ന് പറഞ്ഞാൽ അതിനെയാണ് അവഗണിക്കപ്പെടുന്നത്. അതെ. ഇതിപ്പോൾ ടൈമിങ് നമുക്കിപ്പോൾ ഈ ഉദ്ഘാടന പ്രസംഗങ്ങൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആശംസാ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ള നമ്മുടെ ചർച്ചകൾക്ക് എത്ര ടൈം കിട്ടും? ഏറ്റവും പ്രധാനപ്പെട്ടത് ചർച്ചകളാണ്. ഈ ചർച്ചകളിലാണ് നമ്മൾ നോക്കി കാണുന്നത്. കാരണം ഈ ചർച്ചകൾ ഒരുപാട് ഇതിനാണോ ഒത്തുകൂടിയത്, അതിന് പ്രാധാന്യം ലഭിക്കും. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം ഇനി എന്താണെന്നുള്ളത് ബാക്കിയുള്ളത് അറിയാൻ പറ്റും. കാരണം ചർച്ചകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ ഇതൊരു പ്രശ്നങ്ങൾ ഇനിയും വീണ്ടും അതേപോലെ തുടരും. ഒരു പരിഹാരം കാണില്ല. പക്ഷേ ഈ ചർച്ചകൾക്ക് ഉള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത്, ഇനി എത്ര സമയമുണ്ട് നമുക്ക് കിട്ടുന്നത്, സമയം എത്രത്തോളം കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ. ഞങ്ങൾ അതോടെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. കാരണം 12 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമായി. ഈ ലഞ്ച് ടൈം കഴിഞ്ഞാൽ 4 മണി വരെയാണ് ടൈം കൊടുത്തിരിക്കുന്നത്. ഈ 4 മണിക്കുള്ളിൽ 3 ചർച്ചകൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. 3 ക്രൗഡിൻ്റെ സംബന്ധിച്ചുള്ളത്, പിന്നെ എങ്ങനെ നിയന്ത്രിക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. 3 വേദികളായിട്ട് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഈ 3 വേദികളിലും നമുക്ക് പങ്കെടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുമോ, ഇതൊക്കെ ഒരു ആകാംക്ഷയായിട്ട് നിലനിൽക്കുകയാണ്. ഇനി അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ട ഇനിയുള്ള ടൈമുകളാണ്. ആ ടൈമുകളിൽ എത്രത്തോളം ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. എനിക്കൊരു പ്രതീക്ഷ ഇപ്പം 1 മണിയായി. ഏകദേശം 12 മണി കഴിഞ്ഞു. അതുതന്നെയാണ് രാഹി, ഈ ഇത്രയും പ്രയാസപ്പെട്ട് ഇത്രയും ദൂരെ നിന്നും എത്തിയവർക്ക് അവരെന്താണോ പ്രതീക്ഷിച്ചത്. ശേഖർ ബാബുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതേക്കുറിച്ച് വളരെ ചുരുക്കി രാഹി, അതുതന്നെയാണ് ഹൈന്ദവ വിശ്വാസത്തെ ഹനിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു സമീപനം ഉൾക്കൊള്ളുന്ന വ്യക്തികളാണ് വേദിയിൽ ഉണ്ടായിരുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അതുപോലെ തന്നെയാണ് ജലീലിൻ്റെ ഒരു സാന്നിധ്യവും. സിമി പോലത്തെ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം അടക്കമുള്ളവർ ഈ വേദിയിൽ എത്തുമ്പോൾ അത് ഹൈന്ദവ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനും അയ്യപ്പൻ്റെ ഭക്തരെ എത്രത്തോളം തൃപ്തിപ്പെടുത്തുന്നതാണ്. ഈ സംഗമം അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറുന്നു എന്ന് കൃത്യമായി അടിവരയിട്ട് പറയാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. ഈ ഇവിടെ എത്തിയവരെ തീർത്തും നിരാശരാക്കുന്ന സമീപനമാണ് ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നത് തന്നെ എടുത്തു പറയേണ്ടി വരും രാഗി.